ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഭിന്നശേഷി സൗഹൃദ സമൂഹം എന്ന ലക്ഷ്യവുമായി സുഗമ്യ ഭാരത് അഭിയാൻ. ലോകത്താകമാനം 130 കോടിയോളം ഭിന്നശേഷിക്കാരുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ലോക ജനസംഖ്യയിൽ ഓരോ 6 എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈകല്യം ഉണ്ട് എന്നർത്ഥം. ഇന്ത്യൻ ജനസംഖ്യയിൽ 2% പേർ ദിവ്യാംഗരാണ്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടെ സ്വതന്ത്രരായി ജീവിക്കാൻ ദിവ്യാംഗർക്ക് അവസരമുണ്ടാക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ ചുമതലയാണ്. നല്ല വിദ്യാഭ്യാസം, വീട്ടിലും സമൂഹത്തിലും സുരക്ഷിതത്വം, തൊഴിലവസരങ്ങൾ, തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഒക്കെ എല്ലാവരെയും പോലെ ആസ്വദിക്കാൻ ദിവ്യാംഗർക്കും അവകാശമുണ്ട്. എന്നിരുന്നാലും ഏറെക്കാലമായി ഭിന്നശേഷിക്കാർക്കായി ഇത്തരം അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ ക്ഷേമപ്രവർത്തനമായാണ് സമൂഹം കണക്കാക്കി വന്നിരുന്നത്. ഈ ചിന്താഗതിക്ക് മാറ്റം വരുത്തി ദിവ്യാംഗർക്ക് പരിമിതികളില്ലാത്ത ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും സമൂഹത്തിനുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് സുഗമ്യ ഭാരത് അഭിയാൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. ദിവ്യാംഗരായ സമൂഹത്തോടുള്ള നമ്മുടെ സമീപനം ദയോടെയുള്ളതല്ല, ബഹുമാനത്തോടു കൂടിയുള്ളതാവണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. आप लोगों के माध्यम से देश में एक कल्चर पैदा करना चाहता हूँ. वो कल्चर ये है कि देश के हर नागरिक को समाज में जिनके जीवन में इस प्रकार की कठिनाई है, जो हमारे दिव्यांग जन है, उनकी तरफ देखने का दृष्टिकोण बदले. वे उनके प्रति सम्मान के भाव से देखे, दया भाव से नहीं. वो हमें मंजूर नहीं है. दया भाव नहीं चाहिए, सम्मान से देखे. मैं तुमसे कम नहीं हूँ. ये मिजाज मुझे देश में पैदा करना है. കേന്ദ്ര സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് പദ്ധതിയുടെ ഭാഗമായുള്ള സുഗമ്യ ഭാരത് അഭിയാൻ അഥവാ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിന് 2015 ഡിസംബർ 3 കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. അടിസ്ഥാന സൗകര്യം, യാത്രാ സൗകര്യം, വാർത്താവിനിമയ പരിസ്ഥിതി എന്നിങ്ങനെയുള്ള പ്രധാന 3 അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്. 1991 ഇതോടനുബന്ധിച്ച് RCI, അതല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ള ആക്ട് പാസാക്കി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങളും പഠനങ്ങളും അതുപോലെ ട്രെയിനിങ്ങുകളും കോളേജുകളും സ്കൂളുകളും എന്തു തന്നെ ആയിക്കോട്ടെ ഈ ആക്ടിന്റെ വെളിച്ചത്തിലായിരിക്കണം അവർക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇന്നും അതുതന്നെയാണ്. RCIയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു സ്പെഷ്യൽ സ്കൂളോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടീച്ചറോ അവർക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. എന്നതുപോലെ തന്നെ 1995 അന്നത്തെ PWD ആക്ട് കുറച്ച് 5-6 വിഭാഗക്കാരായിട്ടുള്ള വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള മാത്രമായിട്ട് ആക്ട് വന്നപ്പോൾ ധാരാളം പരിമിതികളുണ്ടായി. പ്രത്യേകിച്ചും ബുദ്ധിപരമായ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഇന്റലക്ച്വലി ചലഞ്ചറായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, മെന്റലി ഇല്ലായിട്ടുള്ള ഉണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങളുള്ള വ്യക്തികളും കുട്ടികളൊക്കെ തന്നെ അവരുടെ കാര്യങ്ങൾ തുലവും ബുദ്ധിമുട്ടായി പരിമിതിയായി ഈ നിയമത്തിൽ വന്നപ്പോൾ 1999 നാഷണൽ ട്രസ്റ്റ് ആക്ട് രൂപം കൊള്ളുന്നു. അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെയാണ് 2005 നാഷണൽ പോളിസി രൂപീകരിക്കുന്നതും 2006 UN ഡിക്ലറേഷൻ വീണ്ടും വരികയാണ്. UNCRPD എന്നുള്ള ആ നിയമം കൺവെൻഷൻ നടക്കുകയും അതിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് 2016 റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി
ആക്ട് പുറത്തു വരുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര കൺവെൻഷനിൽ ഒപ്പുവച്ചതോടെ ഇന്ത്യ ഭിന്നശേഷി സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ബാധ്യസ്ഥമായി. 1995 നിലവിൽ വന്ന പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ഈ നിയമം ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് അവരെ ശാക്തീകരിക്കുന്നതിനോ അവർക്ക് ആക്സസിബിലിറ്റി, അതായത് സുഗമമായ സഞ്ചാരം, അവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിന് അപര്യാപ്തമായിരുന്നു. ഈ വിടവ് നികത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ സുഗമ്യ ഭാരത് അഭിയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഡോക്ടർ PT ബാബുരാജ് തുടരുന്നു. അവരിലുള്ള കഴിവുകളെ അത് എത്രമാത്രം ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും, അത് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റും, അത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. So amplifying the leadership of persons with disabilities for an inclusive and sustainable future. ഇൻക്ലൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അവർ വൈകല്യത്തോടെ ജനിച്ചു കഴിഞ്ഞാൽ, പിന്നീട് വൈകല്യം ഉണ്ടായാൽ അതിൽ നിന്നുകൊണ്ട് അവരുടെ പുനരധിവാസം അത് വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും പ്രത്യേക പദ്ധതികളിലൂടെയും ആർജിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ അത് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, അത് ഭാവിയിലേക്ക് നിലനിർത്തിക്കൊണ്ടുപോയി അവരെ അതിന്റെ മിടുക്കന്മാരാക്കി മാറ്റുന്നതിനല്ലേ ഒരു കാരണവശാലും ഇവരുടെ അവകാശം നിഷേധിക്കാൻ പാടില്ല. പലപ്പോഴും ആക്ടിനെ കുറിച്ചുള്ള അജ്ഞത വിദ്യാഭ്യാസ സമൂഹത്തിലൊക്കെ അത് വല്ലാത്തൊരു തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കമ്മീഷനായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലെയും ഉദ്യോഗസ്ഥന്മാരിൽ സീനിയർ ആയിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സസ്റ്റൈനബിൾ ഫ്യൂച്ചറാണ്, ഭാവിയാണ് വിഭാവനം ചെയ്യുന്നത്. അവർ തള്ളപ്പെട്ടു പോയവരല്ല, ഇത് അവർക്ക് ഒരു ഔദാര്യമല്ല, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സിമ്പതിക്ക് വേണ്ടിയല്ല അവർ നിൽക്കേണ്ടത്. പകരം അവർ എമ്പതി ഉള്ളവരാണ്. മറ്റുള്ളവരെ പോലെ, സാധാരണക്കാരെ പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം ആയി കേരളം മാറുക. അല്ലെങ്കിൽ ഭിന്നശേഷി സൗഹൃദ കേരളം, ഈ ബാരിയർ ഫ്രീ കേരളം, അതിൽ ബസ് സൗകര്യങ്ങളിലും ബസ്സിലും വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആ ഒരു സൗകര്യങ്ങള്, മറ്റു റോഡുകളിൽ ഫുട്പാത്തുകളിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങള് ഇതെല്ലാം ഒരുക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ സഹായവും എല്ലാം വേണം. ആറ്റിറ്റ്യൂഡിലുള്ള ചേഞ്ചസ് അത് വേണം. സമൂഹത്തിന്റെ പൊതുമനോഭാവം മാറുമ്പോഴേ ആ രക്ഷാകർത്താക്കൾക്കും അവർക്ക് മാനസികമായി സമൂഹത്തിൽ നിലനിൽപ്പും പിടിച്ചു നിൽക്കാനും കഴിയുള്ളൂ. സുഗമ്യ ഭാരത് അഭിയാൻ പദ്ധതിയിലൂടെ പൊതുസ്ഥാപനങ്ങൾ, ബസ്, ട്രെയിൻ തുടങ്ങിയ യാത്രാ ശൃംഖലകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ ദിവ്യാംഗർക്കും ഈ ക്യാമ്പയിൻ പ്രാപ്യത ഉറപ്പാക്കി. ഇത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അവകാശങ്ങളുടെയും പ്രാപ്യതയിൽ നിലവാരം ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2024 മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമത്തിനു കീഴിലുള്ള കുറച്ചുകൂടി വിശാലമായ തടസ്സരഹിത സമൂഹം സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ കൂടി ഭാഗമാക്കി മാറ്റി. പദ്ധതിയുടെ ഭാഗമായി സുഗമ്യ ഭാരത് ആപ്ലിക്കേഷനും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തതോ അപ്രാപ്യമോ ആയ പരിതസ്ഥിതികൾ സംബന്ധിച്ച് ഈ ആപ്ലിക്കേഷനിൽ പരാതിപ്പെടാൻ സാധിക്കും. 9 വർഷം പൂർത്തിയാക്കുന്ന സുഗമ്യ ഭാരത് അഭിയാൻ തടസ്സങ്ങളില്ലാതെ ഒരു വ്യക്തിക്ക് മുന്നോട്ട് ജീവിതം നയിക്കുന്നതിനാവശ്യമായ തുല്യതയുള്ള സമൂഹവും സമഗ്രതയും ഉറപ്പാക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത മുന്നോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന സൗകര്യം, യാത്രാ സൗകര്യം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, വിദ്യാഭ്യാസം, മാധ്യമങ്ങൾ എന്നിവയിലുള്ള ഭിന്നശേഷിക്കാരായ ജനങ്ങളുടെ പ്രാപ്യത വർദ്ധിപ്പിച്ചു. സർക്കാർ കെട്ടിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനോടൊപ്പം യാത്രാ സൗകര്യങ്ങളിൽ ഏറെ അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1748 സർക്കാർ കെട്ടിടങ്ങൾ ഈ പദ്ധതിയുടെ കീഴിൽ ഭിന്നശേഷി സൗഹൃദമാക്കി. 79 റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും, 468 ഭാഗികമായും, 35 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ എന്നിവയിൽ റാമ്പുകളും റെയിലിംഗ് സംവിധാനങ്ങളും പൂർണ്ണമായും ഏർപ്പെടുത്തി.
3533 ബസ് സ്റ്റേഷനുകളിൽ 3129 ബസ് സ്റ്റേഷനുകളിലും ഇത് നടപ്പിലാക്കി. ഭിന്നശേഷി സൗഹൃദമായ ഒരു ക്യാമ്പസ് സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള കോഴിക്കോട് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർവകലാശാല ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ടി പുത്തൂർ. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ ശാരീരികമായ വെല്ലുവിളി നേരിടുന്നവർക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എല്ലാ കെട്ടിടങ്ങളിലേക്കും പ്രവേശിക്കുവാനായി റാമ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാ പ്രധാനപ്പെട്ട ബ്ലോക്കുകളിലേക്കും മുകൾ നിലയിലേക്ക് പ്രവേശിക്കുന്നതിനായി ലിഫ്റ്റ് സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബ്ലോക്കിലും വീൽ ചെയർ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യപ്പെടുന്ന പക്ഷം ശാരീരികമായ വെല്ലുവിളി നേരിടുന്നവർക്ക് ക്യാമ്പസിനകത്ത് ഉപയോഗിക്കുവാനായി ഇത് ലഭ്യമാക്കുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ പ്രധാന വീതിയിൽ ടാക്ടൈൽ ടൈൽസ് പതിച്ചിട്ടുണ്ട്. കാഴ്ച പരിമിതർക്ക് ഫുട്പാത്ത് വഴി നടക്കുവാൻ ഇത് സൗകര്യപ്രദമാണ്. ലൈബ്രറിയിലാണെങ്കിൽ വിപുലമായ സൗകര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ലൈബ്രറിയിൽ ഡിജിറ്റൽ ടോക്കിംഗ് ബുക്സ് ലഭ്യമാണ്. പ്രത്യേകിച്ച് സ്റ്റഡി മെറ്റീരിയൽസും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളും ഈ തരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി കാഴ്ച പരിമിതർക്ക് പ്രത്യേകമായ ഒരു ബുക്ക് ആവശ്യപ്പെടുന്ന പക്ഷം അത് വോയിസ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുവാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഴ്ച പരിമിതർക്ക് വായിക്കുവാൻ സഹായത്തിന് സ്റ്റുഡൻറ് വോളണ്ടിയേഴ്സിന് ലഭ്യമാണ്. ആവശ്യപ്പെടുന്ന പക്ഷം അവരെ ഇവിടുത്തെ റിസർച്ച് സ്കോളേഴ്സോ അല്ലെങ്കിൽ PG സ്റ്റുഡൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ലഭ്യമാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കിബോ XX എന്ന പല ഭാഷകളിൽ വായിക്കാനും സ്കാൻ ചെയ്യുവാനും പറ്റുന്ന ഉപകരണം ലൈബ്രറിയിൽ ലഭ്യമാണ്. ഇത് ഏത് തരം കമ്പ്യൂട്ടറുമായി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുമായി ബന്ധിപ്പിച്ച് കാഴ്ച പരിമിതർക്ക് ബുക്ക് വായിക്കുവാനുള്ള സൗകര്യം അതിലുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ കാഴ്ച പരിമിതർക്ക് പ്രത്യേക വർക്ക്ഷോപ്പ് നടത്തി അവർക്ക് ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുള്ള സേവനങ്ങൾ എന്തെല്ലാണെന്ന് വിവരിച്ചു കൊടുക്കുവാനുള്ള വർക്ക്ഷോപ്പ് എല്ലാ കൊല്ലവും നടത്തി വരുന്നതാണ്. ഇങ്ങനെ പലതരത്തിലും ശാരീരികമായി വെല്ലുവിളി നേടുന്നവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് സമ്പൂർണവും സമഗ്രവും പ്രാപ്യവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു ദൗത്യമാണ് സുഗമ്യ ഭാരത് അഭിയാൻ. കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനത്തിലൂടെ അത് ഭിന്നശേഷിക്കാരായ ജനങ്ങൾ പിന്തുടർന്നു വന്നിരുന്ന ദീർഘകാല പ്രതിസന്ധികൾ തരണം ചെയ്യുകയും അടിസ്ഥാന സൗകര്യം, യാത്രാ സൗകര്യം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, വിദ്യാഭ്യാസം എന്നിവയിൽ സമ്പൂർണമായ പ്രാപ്യത സാധ്യമാക്കുകയും ചെയ്തു. നിരന്തര പരിശ്രമത്തിലൂടെയും നൂതനമായ പരിഹാര മാർഗങ്ങളിലൂടെയും വർദ്ധിച്ച സാമ്പത്തിക സഹായത്തോടെയും രാജ്യത്തെ ഓരോ ഭിന്നശേഷിക്കാരായ വ്യക്തിയെയും അവരുടെ ജീവിതം സമ്പൂർണമായും ആത്മാഭിമാനത്തോടെയും സ്വതന്ത്രമായും ജീവിക്കാനുള്ള അവസരങ്ങളുടെ മാർഗം തുറന്നുകൊടുക്കുകയാണ് ഇന്ത്യ. പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. എങ്കിൽ പോലും അധികമാരും ശ്രദ്ധിക്കാത്ത, പരിഗണിക്കപ്പെടാത്ത ചില നിസ്സഹായരുടെ മാത്രം ആവശ്യമായി അത് അവഗണിക്കപ്പെടുന്നു. തങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ അവസരങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടേണ്ടവരല്ല ഭിന്നശേഷിക്കാർ. അവരുടെ ലോകത്തിന് അതിർവരമ്പുകൾ സൃഷ്ടിക്കാതെ ജീവിതം എല്ലാവരെയും പോലെ മുന്നോട്ടു നയിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ട്. ഇതിനായുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് കഴിഞ്ഞ 9 വർഷക്കാലം സുഗമ്യ ഭാരത് അഭിയാൻ കൈക്കൊണ്ടിട്ടുള്ളത്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.